ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ബിറ്റ്സ് പ്രോയ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ട്യൂട്ടോറിയൽ നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റിലേക്ക് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ എങ്ങനെയാണ് ലിസ്റ്റിൽ നിന്നും ഒരു വാല്യൂ റിമൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ലിസ്റ്റിൽ നിന്നും ഒരു വാല്യൂ റിമൂവ് ചെയ്യാനായി ഉപയോഗിക്കുന്ന കീവേഡാണ് del ഫ്രൂട്ട്സ് ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യും. ഇനി ഫ്രൂട്ട്സിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റിലെ രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള ആപ്പിൾ 1 എന്ന് പറയുന്ന എലമെൻറ്റ് ഡിലീറ്റ് ആയത് നമുക്ക് കാണാം. അതേപോലെ തന്നെ ലിസ്റ്റിലെ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് പോപ്പ് എന്നുള്ളത്. ഫ്രൂട്ട്സ് ഓഫ് ഡോട്ട് പോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിലുള്ള ഏറ്റവും അവസാനത്തെ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യും. ആ ഡിലീറ്റ് ആയ എലമെൻറ്റ് ഈ റിട്ടേൺ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പീച്ച് എന്ന് പറയുന്ന വാല്യൂ ഡിസ്പ്ലേ ആയത്. ഇനി നമുക്ക് ഫ്രൂട്ട്സിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 2 എലമെൻറ്റേ ഉള്ളൂ. ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന എലമെൻറ്റ് ഡിലീറ്റ് ആയി. അതേപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഓഫ് ഡോട്ട് പോപ്പ് ഇൻഡെക്സ് വെച്ച് ഡിലീറ്റ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോപ്പ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള മാംഗോ ഡിലീറ്റ് ആയി. അതേപോലെ തന്നെ ഈ ഫ്രൂട്ട്സിലെ എല്ലാ എലമെൻറ്റും തന്നെ ഡിലീറ്റ് ആയി. നമുക്ക് പുത്തനായിട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കാം. ലിസ്റ്റിൽ നിന്നും ഒരു എലമെൻറ്റിൻ്റെ നെയിം വെച്ച് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് റിമൂവ് എന്ന് പറയുന്ന കീവേഡ്. ഈ RE എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോ ഫില്ല് വരുന്നതാണ്. അതിൽ റിമൂവ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യേണ്ട എലമെൻറ്റ്, ഇപ്പോൾ ഓറഞ്ച് എന്ന് പറയുന്ന വാല്യൂ ആണ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓറഞ്ച് സെലക്ട് ചെയ്ത് ഇതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് ഡിലീറ്റ് ആവും. അതിനുശേഷം ഫ്രൂട്ട്സിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓറഞ്ചിൻ്റെ വാല്യൂ ഇല്ല, അത് ഡിലീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ലിസ്റ്റിൽ നിന്നും വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 കീവേഡ്സ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ജുപ്പിറ്റർ നോട്ട്ബുക്കിൽ ഈ ഒരു സെല്ലിന് മുകളിൽ ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടാണ് എസ്കേപ്പ് A. അപ്പോൾ മുകളിലൊരു സെല്ല് ആഡാവും. അതിനുശേഷം എൻ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കുള്ള എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് DL എന്ന് പറയുന്നൊരു കീവേഡ്, DL എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചതിന് ശേഷം ലിസ്റ്റിൻ്റെ പേര് ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സിലുള്ള വാല്യൂ ഡിലീറ്റ് ആയതായിട്ട് നമുക്ക് കാണാം. അതേപോലെ പോപ്പ് കീവേഡ് ഉപയോഗിച്ച് പോപ്പ് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ ഈ പോപ്പ് ഉപയോഗിച്ച് അതിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് ഇൻഡെക്സ് പാസ് ചെയ്താൽ ആ ഇൻഡെക്സിലുള്ള വാല്യൂ ഡിലീറ്റ് ചെയ്യാം. ഈ ലിസ്റ്റിലെ എലമെൻറ്റിൻ്റെ നെയിം വെച്ച് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന കീവേഡാണ് ഫ്രൂട്ട്സ് ഡോട്ട് റിമൂവ്. ആ ലിസ്റ്റിൻ്റെ പേര് ഡോട്ട് റിമൂവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂവിനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലിസ്റ്റിനെ എങ്ങനെ, അതിൻ്റെ എലമെൻറ്റ്സിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അതായത് ലിസ്റ്റിലെ എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യാനുള്ള വാല്യൂ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നോക്കാൻ പോകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.